നമസ്തേ. ലോകം മുഴുവൻ ഭക്തിയാദരപൂർവ്വം ആഘോഷിക്കുകയാണ്, ആചരിക്കുകയാണ് ഭക്തവത്സലനായ പരമേശ്വരന്റെ ദിവ്യമായ ശിവരാത്രി. എന്താണ് ശിവരാത്രിയുടെ പ്രാധാന്യം? എന്തിനാണ് ശിവരാത്രിയെ ഭക്തിപൂർവ്വം സ്മരിക്കണം എന്ന് പറഞ്ഞത്? ഒരുപക്ഷേ സർവചരാചരങ്ങളും ഈ രീതിയിൽ കുടികൊള്ളുവാനുള്ള പ്രഥമമായ കാരണം ആ ശിവനാണ്. ശിവം സാന്നിധ്യമില്ലാത്തിടമെല്ലാം ശവമയമായിരിക്കും. അതിൻ്റെ ഏറ്റവും നല്ല ദൃഷ്ടാന്തമാണ് നമ്മൾ മരണത്തെ പ്രാപിക്കുമ്പോൾ നമ്മുടെ കൈകളും കാലുകളും അധരങ്ങളും എല്ലാം അവിടെ തന്നെ ഉണ്ടാകും. പക്ഷേ അവയ്ക്കൊന്നും ചലനശേഷി ഉണ്ടാകില്ല. കാരണം അതുവരെ അവയെ ചലിപ്പിച്ചു വെച്ചിരുന്ന ദിവ്യമായ ശിവം ആ ശരീരത്തിൽ നിന്ന് നഷ്ടമായതോടുകൂടി, ശിവം പോകുന്നതോടുകൂടി അത് കേവലം ശവമായി മാറുന്നു. മറ്റുള്ളവർക്ക് നമ്മളിൽ പ്രിയവും പ്രേമവും തോന്നിയിരുന്നത് നമ്മിൽ ആ ശിവമുണ്ടായിരുന്ന ഒറ്റ കാരണത്താലാണ്. എന്ന് എന്നിൽ നിന്ന് ശിവൻ അപ്രത്യക്ഷനാകുന്നു, അന്ന് ഞാൻ ശവമാകും. അതുകൊണ്ട് ശിവരാത്രിക്കെന്നല്ല, ഏത് ദിനത്തിലും രാവിലെയും വൈകിട്ടും ഭക്തിയാദരപൂർവ്വം ഭജിക്കണം പരമേശ്വരനെ. യാതൊരു സംശയം വേണ്ട. ശിവരാത്രിയുടെ പ്രാധാന്യം അനേകം കഥകളിലൂടെ നമ്മൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. പ്രധാനപ്പെട്ട ഒരു കാരണം പാലാഴി മഥനമാണ്. പാലാഴി മഥനം എന്നത് ഭാഗവതത്തിലെ ഒരു കഥയല്ല, സാങ്കല്പിക തലമല്ല. ലോകത്തിൽ ഏത് പ്രവർത്തനം നടത്തണമെങ്കിൽ കറുത്തവനും വെളുത്തവനും, കാശു കൂടിയവനും കാശു കുറഞ്ഞവനും, വണ്ണമുള്ളവനും വണ്ണമില്ലാത്തവനും, നീളം കൂടിയവനും നീളം കുറഞ്ഞവനും എല്ലാം ഒരേ രീതിയിൽ ഒരുമിച്ച് പ്രവർത്തിച്ചെങ്കിലേ ഏത് മഹത് കർമ്മവും ലോകത്തിൽ നടക്കുകയുള്ളൂ. ജനങ്ങൾ യോജിച്ച് പ്രവർത്തിക്കണം. ഏത് മംഗളകർമ്മത്തിനും പരിപൂർണമായ വിജയത്തെ കരഗതമാക്കണമെങ്കിൽ ഞാനെന്നും നീയെന്നും നിൻ്റേതെന്നും എൻ്റേതെന്നും, ഞാൻ കേമൻ നീ മോശക്കാരൻ, ഞാൻ മോശക്കാരൻ നീ കേമൻ എന്നുള്ള വർണ്ണവർഗ വ്യത്യാസമില്ലാതെ ലോകം ഒരൊറ്റ മനസ്സോടുകൂടി പ്രവർത്തിച്ചെങ്കിലേ പരിപൂർണമായ വിജയത്തെ കരഗതമാക്കുവാൻ കഴിയുകയുള്ളൂ. ആ യാഥാർത്ഥ്യമാണ് പാലാഴി മദനം എന്ന കഥകളിലൂടെ ഭാഗവതം നമ്മൾക്ക് നൽകുന്നത്. അത് മനസ്സിലാക്കണം. ഇതൊരു കെട്ടുകഥയല്ല. ലോകത്തിൽ ഏത് പ്രവർത്തനം നടക്കണമെങ്കിലും അതും വിജയത്തിലേക്ക് എത്തണമെങ്കിൽ, അതും വളരെ വേഗത്തിൽ വിജയത്തിലേക്ക് എത്തണമെങ്കിൽ, ലക്ഷ്യത്തെ പ്രാപിക്കണമെങ്കിൽ യൂണിറ്റി ഉണ്ടാകണം, ഏകോപനം ഉണ്ടാകണം, സംയോജിച്ച് പ്രവർത്തിക്കണം. ലക്ഷ്യം മാത്രമായിരിക്കണം ഒന്ന്. അനേകം ചിന്തകളുണ്ടാകും, ചിന്താധാരകളുണ്ടാകും, സ്വഭാവങ്ങൾ അനേകം തലത്തിലുള്ളതായിരിക്കും. പക്ഷേ ആ പ്രവർത്തനത്തിലേക്ക് വരുമ്പോൾ, ആ പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടി വരുമ്പോൾ എല്ലാ മനസ്സുകളും ഒരേ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരും. അപ്പോൾ ലോകത്തിൽ ഉത്തമമായ ഏത് പ്രവൃത്തി നടക്കണമെങ്കിലും അതിന് ജനങ്ങളുടെ സംയോജിതമായ ശ്രമമുണ്ടാകണം. സുരന്മാരും അസുരന്മാരും, അതായത് നന്മ ചെയ്യുന്നവരും തിന്മ ചെയ്യുന്നവരും എല്ലാവരെയും ഒരുമിക്കണം. കറുത്തവരും വെളുത്തവരും എല്ലാവരും വേണം. അങ്ങനെ ലോകത്തിനൊരു സങ്കടം വന്നപ്പോൾ, ദേവന്മാർ മുഴുവൻ തങ്ങളുടെ ജരാനരകൾ ബാധിച്ച് തങ്ങളുടെ ശേഷി മുഴുവൻ നഷ്ടപ്പെട്ടപ്പോൾ, അതിന് പരിഹാരമായി പാലാഴി കടയണമെന്ന് പറഞ്ഞപ്പോൾ പാലാഴി കടയുവാനുള്ള ശ്രമം നടത്തുന്നു. ദേവന്മാരെയും സമസ്ത ലോകത്തെയും, എന്തിന് ശ്രീഹരിയെയും ബ്രഹ്മാവിനെ പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് കാളകൂടം എന്ന ഭയാനകമായ, ഹലാഹലം എന്ന ഭയാനകമായ വിഷം വാസുകിയിൽ നിന്ന് പുറത്തേക്കെത്തുമ്പോൾ ഏവരും ഭയചകിതരായി പിന്മാറുന്നു. അവർ സ്വപ്നേപി വിചാരിച്ചില്ല. ഏത് പ്രൊജക്റ്റുകളും ഏത് പ്രവർത്തനവും നടക്കുമ്പോൾ ഇതാണ്, നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള തടസ്സങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് വരും. ഏവരും അത് കണ്ട് ഭയപ്പെട്ട് മാറിയാൽ തീർച്ചയായും ഒരു പ്രവർത്തനം പൂർത്തീകരിക്കാൻ കഴിയുകയില്ല. കാലേക്കുട്ടി പ്രവചിക്കാൻ കഴിയുന്നതല്ല പ്രകൃതിയുടെ സ്വഭാവം. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ വ്യക്തമായ ബോധമുള്ള ഏതെങ്കിലും ഒരു വ്യക്തി അവിടെ ഉണ്ടാകും. ആ വ്യക്തിയെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും ആ പ്രവൃത്തി കംപ്ലീറ്റ് ആവുന്നത്. അതുതന്നെയാണ് പാലാഴി മഠത്തിൽ പരമേശ്വരൻ്റെ സാന്നിധ്യം. പരമേശ്വരൻ്റെ സാന്നിധ്യം അതാണ് പ്രകടമാക്കുന്നത്. ലോകം മുഴുവൻ ഭയചകിതമായി നിന്നപ്പോൾ ഭക്തവത്സലനായ ഭഗവാൻ സമസ്ത ദേവതകളും ഹലാഹലം എന്ന ഭയാനകമായ അതിമാരകമായ വിഷത്തെ കണ്ട് ഭയപ്പെട്ടപ്പോൾ, അതിൻ്റെ ജ്വാലകളാൽ പോലും ഭസ്മമാകുമെന്ന് ഭയചകിതരായി എവരും മാറി നിൽക്കുമ്പോൾ, ഭക്തവത്സലനായ ഭഗവാൻ യാതൊരു മടിയും കൂടാതെ ലോകത്തെ പരിപാലിക്കുക എന്നത് വിശ്വനാഥനായ തൻ്റെ ധർമ്മമാണ്. താൻ ഇതിൽ നിന്ന് ഒരു കാരണവശാലും ഒരു ഇഞ്ച് പോലും പുറകോട്ടു പോകാൻ പാടില്ല. താൻ മാറിയാൽ വിശ്വപ്രകൃതി മുഴുവൻ ഭസ്മമാകും എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കിയ ഭഗവാൻ ലോകത്തെ മുഴുവൻ അമ്പരിപ്പിച്ചുകൊണ്ട് തൻ്റെ ധർമ്മപത്നിയായ പാർവതി ദേവിയെപ്പോലും ഭയചകിതയാക്കിക്കൊണ്ട് ആ ഹലാഹലം എന്ന മാരകമായ വിഷത്തെ തന്നിലേക്ക് തന്നെ സ്വീകരിക്കുന്നു. പറഞ്ഞാൽ അതിൻ്റെ താത്വിക തലം, എത്ര ക്രിട്ടിക്കലായിട്ടുള്ള സൊല്യൂഷനും പക്വതയുള്ളവൻ വിചാരിച്ചാൽ വളരെ വിദഗ്ധമായി അതിന് പരിഹാരം കണ്ടെത്താൻ കഴിയും. യാതൊരു സംശയവുമില്ല. അവനവൻ്റെ ബുദ്ധിയെ സാഹചര്യത്തിനനുസരിച്ച് പ്രയോജനപ്പെടുത്തിയാൽ നേടാൻ കഴിയാത്തതായി ഒന്നുമില്ല. ഏത് പ്രൊജക്റ്റും വൃത്തിയായും ഭംഗിയായും മികവുറ്റ രീതിയിൽ പൂർത്തീകരിക്കാൻ കഴിയും എന്ന് പരമേശ്വര ബുദ്ധിയാണ് ഇവിടെ കാട്ടിത്തരുന്നത്. അതിന് മാതൃകയാണ് ഭഗവാൻ കാട്ടിത്തരുന്നത്. നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുകയാണ് ഭഗവാൻ. നമ്മളിൽ ഓരോരുത്തരും ഈ തലമുണ്ടാകണമെന്ന് നമ്മൾക്ക് കാട്ടിത്തരികയാണ് പാലാഴി മദനം എന്ന കഥയിലൂടെ. ഇവിടെ ഭഗവാൻ പരമേശ്വരൻ്റെ മാഹാത്മ്യമാണ് പറയുന്നത്. ഭഗവാൻ ആ ഹലാഹലം എന്ന മാരകമായ വിഷത്തെ പാനം ചെയ്തപ്പോൾ ഉള്ളിലേക്ക് ഇറങ്ങാതിരിക്കുവാൻ പാർവതീദേവി അദ്ദേഹത്തിൻ്റെ ഗളത്തിൽ പിടിച്ചുവെന്നും, പുറത്തേക്ക് അദ്ദേഹം അതിനെ തള്ളാതിരിക്കുവാൻ, അല്ലെങ്കിൽ പുറത്തേക്ക് തുപ്പാതിരിക്കുവാൻ
മഹാവിഷ്ണു അദ്ദേഹത്തിൻ്റെ അധരത്തെ മൂടിപ്പിടിച്ചു എന്ന് പറയുന്നു. ആ ഹലാഹലം സേവിച്ചിരിക്കുന്ന ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് ദേവസമൂഹം മുഴുവൻ അന്ന് രാത്രിയിൽ മുഴുവൻ ഭഗവാന്റെ നാമത്താൽ അദ്ദേഹത്തെ ആരാധിച്ചു. അതിൻ്റെ സ്മരണയ്ക്കായിട്ടാണ് ശിവരാത്രി എന്ന ഒരു കഥയിലൂടെ കാട്ടിത്തരുമ്പോൾ ഈ ഒരു ഒറ്റ കഥ മാത്രം മതി ലോകത്തിന് നന്മ വരണമെന്ന് പ്രവർത്തിക്കുന്നവരുടെ മുഴുവൻ പ്രവർത്തന ശേഷിയാണ് ശിവം. ഇനിയും ഞാനും ശിവവുമായിട്ട് എന്താണ് ബന്ധം? എന്താണ് ശിവരാത്രിയിൽ നമ്മൾ ചെയ്യേണ്ടത്? ഒന്നും ചെയ്യേണ്ട. പുലർകാലത്ത് എഴുന്നേറ്റ് ഭക്തിയാദരപൂർവ്വം സ്മരിക്കുക. ഭഗവാനെ എനിക്ക് കാണുവാനും കാണാതിരിക്കുവാനും ഉണ്ണുവാനും ഉറങ്ങാനും കുളിക്കുവാനും നനയ്ക്കുവാനും എല്ലാം കഴിയുന്നത്, എൻ്റെ ഇഷ്ടത്തിനും അനിഷ്ടത്തിനും എനിക്ക് പ്രവർത്തിക്കുവാൻ കഴിയുന്നത്, മറ്റുള്ളവരുടെ പറയാൻ ആവശ്യമുള്ളതും പറയാൻ പാടില്ലാത്തതും ഞാൻ പറയുന്നതെല്ലാം എൻ്റെ ശരീരത്തിൻ്റെയോ നാഡീനരമ്പുകളുടെയോ മിടുക്കല്ല. അതിൽ അന്തർലീനമായിരിക്കുന്ന ഉള്ളിലെ ഹൃദയത്തെ 60 പ്രാവശ്യം പിടിക്കുവാൻ പ്രേരിപ്പിക്കുന്നതും എൻ്റെ പ്രഷറിനെ 120, 80 എന്ന രീതിയിൽ നിർത്തുന്നതും അങ്ങയുടെ സാന്നിധ്യം ഒന്നു മാത്രമാണ്. അങ്ങയുടെ സാന്നിധ്യം എന്ന് എന്നിൽ നിന്നും അപ്രത്യക്ഷമാകുന്നു അന്ന് ഞാൻ പിണമാണ് എന്ന ബോധം മാത്രം ഓരോ നിമിഷവും സർവേശ്വര നീ നൽകണം. ആ ബോധം എന്നിലുണ്ടെങ്കിൽ പറയുവാൻ പാടില്ലാത്ത വാക്കുകൾ എന്നിൽ നിന്ന് വരില്ല, ചെയ്യുവാൻ പാടില്ലാത്ത പ്രവർത്തികൾ വരികില്ല. ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കും. കാരണം എൻ്റെ ഉള്ളിൽ ശിവനാണ് എൻ്റെ ചുറ്റുപാടുമുള്ളവരിലെല്ലാം ഇരിക്കുന്നത്. സമസ്ത ജീവജാലങ്ങളിലും ഈശാവാസ്യവിധം സർവം ഈശ്വരൻ്റെ സാന്നിധ്യമുള്ളത് കൊണ്ടാണ് പുൽക്കൊടിയാകട്ടെ, വൃക്ഷമാകട്ടെ, പറവയാകട്ടെ, വല്ലിയാകട്ടെ, എന്തുമായിക്കോട്ടെ എല്ലാം വളരുന്നതും തളരുന്നതും ലയിക്കുന്നതും എല്ലാം ആ പരമേശ്വര സാന്നിധ്യത്താലും പരമേശ്വരൻ്റെ അഭാവത്താലുമായിരിക്കും. അതുകൊണ്ട് പരമേശ്വരനെ ഭക്തിയാദരപൂർവ്വം സ്മരിക്കുവാൻ മറ്റൊരു സുവർണ അവസരമാണ് നമ്മുടെ മുമ്പിലേക്ക് വരുന്നത്. നാളത്തെ ആ സുപ്രഭാതം പരമേശ്വര ഭക്തിയോടുകൂടി ഭഗവാനെ ഭജിക്കുവാനും ഭഗവാനോട് നന്ദി കാട്ടാനുമുള്ള അവസരമായി മാറും. രാവിലെ എഴുന്നേറ്റ് ശരീരശുദ്ധി വരുത്തി ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. ക്ഷേത്രത്തിൽ പോകാൻ കഴിയുമെങ്കിൽ അങ്ങനെ ചെയ്യുക. ഇനിയും അതിന് സാധ്യതയില്ലെങ്കിൽ സ്വന്തം ഭവനങ്ങളിലിരുന്ന് പുലർകാലത്തും സായം സന്ധ്യയിലും ഭക്തിയോടുകൂടി ഭജിക്കൂ. ഒരു ദിനം നിരാഹാരനായി ആഹാരത്തെ ഉപേക്ഷിച്ച് വ്രതചര്യയോടുകൂടിയാണ് ഭഗവാന്റെ ഓം നമഃ ശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രം നിരന്തരം എത്രത്തോളം പ്രാവശ്യം ജപിക്കുവാൻ കഴിയുമോ ആ ജപം, ആ ഉത്തമമായ ശക്തിമത്തായ മന്ത്രം ജപിച്ച് ആ ശിവരാത്രിയെ ധന്യമാക്കൂ. അവനവൻ്റെ മനസ്സിൽ തന്നെ ഉറപ്പ് വരുത്തൂ, ശിവനുണ്ടെങ്കിലേ ഞാനുള്ളൂ, ശിവനില്ലെങ്കിൽ ഞാനില്ല. എൻ്റെ സ്വത്തും സമ്പത്തും ഐശ്വര്യവും സമാധാനവും എല്ലാം എനിക്ക് കാണുവാനും അറിയുവാനും കഴിയുന്നത് ആ പരമേശ്വരൻ്റെ സാന്നിധ്യം എന്നിലുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഓരോ പ്രഭാതത്തിലും നന്ദിപൂർവ്വം ഞാൻ സ്മരിക്കണം, ഭക്തിപൂർവ്വം ഞാൻ സ്മരിക്കണം ലോകത്തിൻ്റെ മുഴുവൻ രക്ഷകനായ വിശ്വനാഥനെ. അഹങ്കാരത്തെ ഇല്ലായ്മ ചെയ്യുന്ന ശാശ്വതമായ ശാന്തിയെയും സമാധാനത്തെയും പ്രദാനം ചെയ്തുകൊണ്ട് ലോകത്തിൻ്റെ നന്മയ്ക്കായി നിരന്തരം സമസ്ത ചരാചരങ്ങളിലേക്കും ചൈതന്യമായി ശിവമായി എനർജിയായി വർത്തിക്കുന്ന ആ പരമ്പൊരുളിനോട് ഭക്തിയോടുകൂടി നമ്മൾക്ക് പ്രാർത്ഥിക്കാം. ഭഗവാനെ, അനായാസേന മരണം വിനാ ദൈന്യന്ന ജീവിതം, സുഖകരമായ ജീവിതം എനിക്ക് തരൂ. മറ്റുള്ളവരുടെ ഔദാര്യമില്ലാതെ, മറ്റുള്ളവർ ദേവറ്റി കിടക്കാതെ, കട്ടിലിൽ പിണമായി തളർന്നു കിടന്നുകൊണ്ട് മറ്റുള്ളവർ നൽകുന്ന ജലത്തിനും ആഹാരത്തിനും പ്രതീക്ഷിച്ച് കിടക്കാതെ, ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം സ്വന്തം കാലിൽ ജീവിക്കുവാനും മരണത്തിന് ആരെയും ബുദ്ധിമുട്ടിക്കാതെ, ഒരു ഗ്ലാസ് ജലത്തിന് പോലും മറ്റുള്ളവൻ്റെ ഔദാര്യത്തിനായി കാത്തു കിടക്കാതെ പരമേശ്വര എൻ്റെ ഉള്ളിലെ പ്രാണനെ അങ്ങയുടെ പാദതാരിണകളിലേക്ക് ചേർക്കണമേ, അടിയനെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുവാനും ആ പ്രാർത്ഥന ജീവിതത്തിൻ്റെ ഭാഗമാക്കുവാനും നാളെ മുതലുള്ള ശിവരാത്രി നമ്മളെ പ്രാപ്തരാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് 1000 ശിവനാമങ്ങൾ ജപിക്കുവാൻ ഏവർക്കും കഴിയട്ടെ എന്ന് ഭക്തിപൂർവ്വം അപേക്ഷിച്ചുകൊണ്ട് ഓം നമഃ ശിവായ എന്ന് ജപിച്ചുകൊണ്ട് മറ്റൊരു വിഷയവുമായി കണ്ടുമുട്ടുന്നത് വരെ ഓം നമഃ ശിവായ.